മോളെ നീ പഠിക്ക്, പഠനത്തിൽ മാത്രം നീ ശ്രദ്ധിക്കും. നിനക്ക് വേണ്ടിയാണ് ഈ ഉപ്പ ഓടി നടക്കുന്നത്. നിന്റെ സന്തോഷമുള്ളൊരു ജീവിതം കണ്ടുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഈ ഉപ്പ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വസ്ഥതയുള്ള മനോഹരമായൊരു ജീവിതം സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണ് എല്ലാം നെഞ്ചിലൊതുക്കി, ഒരു വിഷമവും ഒരു പ്രയാസവും നിന്നെ അറിയിക്കാതെ എല്ലാം ഈ നെഞ്ചിലൊതുക്കി ഉപ്പ ജീവിക്കുന്നത്. അതുകൊണ്ട് മോളെ നീ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരാളെയും നീ മനസ്സിൽ കൊണ്ടു നടക്കരുത്, ഒരാളുടെ പിന്നാലെയും നീ പോകരുത്. പറഞ്ഞില്ലേ പ്രിയപ്പെട്ട മോളെ, നിന്നോട് ആ ഉപ്പ ഒരു വട്ടമല്ല പല പ്രാവശ്യവും ആ ഉപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. പ്രിയപ്പെട്ട മോളെ, നിനക്ക് വേണ്ടിയാണ് ഈ ഉമ്മയുടെ പ്രാർത്ഥന മുഴുവനും. നിൻ്റെ സന്തോഷമുള്ളൊരു ജീവിതം മാത്രമാണ് ഈ ഉമ്മയുടെ ആഗ്രഹം. നീയാണ് ഞങ്ങളുടെ ലോകം, നീ മാത്രമാണ് ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് പൊന്നുമോളെ, പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. പഠിച്ച് വലിയൊരാളാകണം. അതിനായി ഈ ഉമ്മ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ കൂടെയുണ്ട് ഞങ്ങളെല്ലാവരും. പറഞ്ഞില്ലേ പ്രിയപ്പെട്ട മോളെ, ആ ഉമ്മ പല പ്രാവശ്യവും ആ ഉമ്മ നിന്നോട് പറഞ്ഞില്ലേ. അതെല്ലാം നീ തിരസ്കരിച്ചുകൊണ്ട് നീയായിട്ട് തിരഞ്ഞെടുത്ത കാമുകൻ അവസാനം ആ കാമഭ്രാന്തൻ്റെ കയ്യാൽ നീ തീർന്നുപോയി എന്ന് ആലോചിക്കുമ്പോഴേ നെഞ്ച് പിടയുകയാണ്. അവൻ നിൻ്റെ ജീവിതത്തിൽ ഒരു കാലനായി മാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഒരു പക്ഷേ ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഈ കുട്ടിയെ 10 പേര് ഉപദേശിച്ചപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഉപദേശം ഈ കുട്ടിയുടെ നെഞ്ചിൽ തട്ടി ഈ കാമഭ്രാന്തൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്മാറിയപ്പോഴായിരിക്കാം ഈ പാവപ്പെട്ട മോള് പിച്ച് ചിന്തപ്പെട്ടത്. അള്ളാഹു വിശാലമായ പാപമോചനം പ്രദാനം ചെയ്യട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമ അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിക്കില്ല. നമ്മുടെ മക്കൾ എത്ര കിട്ടിയാലും എത്ര കണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. കുറേ വീട്ടിലുണ്ട് പാരൻസ്, നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്ന് ഇത്രയും കാലം വളർത്തിയത് എന്തിനാണ്, നമ്മൾ എന്താ അങ്ങനെ കാട്ടിയത്? ഇത് നമ്മൾ ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞ അവർക്ക് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിന് പറയും ഞങ്ങൾ അന്വേഷിക്കണ്ടല്ലോ. പ്രേമിക്കുമ്പോ നമ്മൾ പോലെ മനസ്സിലാക്കണില്ലേ? കണ്ടില്ലേ, ഇതാണ് പുതിയ കാലത്ത് വളർന്നു വരുന്ന പുതിയ ജനറേഷന്റെ സ്വഭാവ രീതി. ഇതെല്ലാം നമ്മൾ ഒരുപാട് കണ്ടതാണ്. തെറ്റുകൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ച് അവരുടെ ജീവിതത്തിൽ നന്മ ഉപദേശിച്ച് ചെല്ലുമ്പോൾ ഒന്നുമല്ലാതായിത്തീരുന്ന മാതാപിതാക്കൾ, ഉരുകിത്തീരുന്ന കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഗുണകാംക്ഷികളായ കാരണവന്മാരും, ഇവരെ എല്ലാവരെയും എത്ര പുച്ഛത്തോടുകൂടെയാണ്, എത്ര ലാഘവത്തോടുകൂടെയാണ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ ആധികാരികമായിട്ട് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാവിലെ എണീക്കുന്നത് മുതൽ പാതിരാത്രി വരെ മൊബൈലിൽ ഓരോന്നും കണ്ടുകൊണ്ട് സ്ക്രോൾ ചെയ്ത് പുതിയ കാര്യങ്ങൾ കണ്ടതിൻ്റെ പുറത്ത് വീണ്ടും കണ്ട് അടങ്ങാത്ത വികാരത്തിൻ്റെ അടിമകളായ പലരും, ലഹരിക്കടിമകളായ പലരും നമ്മുടെ എല്ലാവരുടെയും പെൺകുട്ടികളുടെ ജീവിതത്തിൽ കാമുകൻ്റെ റോൾ അഭിനയിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈ കാര്യം തിരിച്ചറിഞ്ഞ പല പെൺകുട്ടികളും ഇവന്മാരുടെ എല്ലാം കാമവലയത്തിൽ നിന്നും ലഹരി വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ നരകിച്ച് ജീവിക്കുന്നുണ്ട് എന്ന കാര്യവും നാം തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞ പല പെൺകുട്ടികളും രക്ഷപ്പെടാൻ കഴിയാതെ അവസാനം സ്വയം ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജ് മുറികളിലോ അല്ലെങ്കിൽ അഴുക്ക് ചാലിലോ അല്ലെങ്കിൽ നേരത്തെ നിലമ്പൂര് സംഭവിച്ചതുപോലെ കുറ്റിക്കാടുകളിലോ പിച്ച് ചിന്തപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വളരെ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം ഉണർത്തിക്കോട്ടെ. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ സുരക്ഷിതമായൊരിടം നമുക്കുണ്ടെങ്കിൽ
ഏറ്റവും സുരക്ഷിതമായൊരിടം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ സുന്ദരമായ മനോഹരമായ നിമിഷങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. കാരണം പറഞ്ഞുതരാം. ഓരോ മാതാപിതാക്കളുടെയും ലോകമെന്ന് പറഞ്ഞാൽ അവരുടെ മക്കളാണ്. മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാട് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാർ